എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള വനിതാ വിനീത തിയേറ്ററിൽ ചെന്നാൽ കാണാൻ കഴിയുന്ന രണ്ടുപേരാണ് ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും. രണ്ടാളും ഏതെങ്കിലും സിനിമ റിലീസ് ചെയ്യുമ്പോഴും ചെയ്യാത്തപ്പോഴുമൊക്കെ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സന്തോഷ് വർക്കി പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോഴും ഞാൻ ഒരു മോഹൻലാൽ ഫാനാണ്. ഞാൻ പറയുന്നതൊന്നും പ്ലാൻഡ് അല്ല. ഇപ്പോൾ എനിക്ക് ആരോടും ക്രഷില്ല. കാരണം പ്രണയ നൈരാശ്യം ഒരുപാട് അനുഭവിച്ചു. എൻ്റെ എല്ലാ പ്രണയവും വൺ സൈഡായിരുന്നു. ഇനി എനിക്ക് വേദനിക്കാൻ വയ്യ. ഇതുവരെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല, ഗേൾ ഫ്രണ്ട് ഇല്ല. അതിന് പിന്നിലെ കാരണം എൻ്റെ ഗ്ലാമർ ഇല്ലായ്മ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഗ്ലാമർ നോക്കുന്നുണ്ട്. ബുദ്ധിയും നല്ല മനസ്സുമാണ് ആളുകൾ നോക്കുന്നതെങ്കിൽ എനിക്ക് എപ്പോഴേ പെണ്ണ് കിട്ടിയേനെ. ഞാനൊരു സ്ത്രീലമ്പടനല്ല. ഞാൻ കാമത്തോടെയല്ല സ്നേഹിക്കുന്നത്. എന്നാൽ അലിൻ ജോസ് പെരേര വക്രബുദ്ധിയുള്ള ആളാണ്. മമ്മൂട്ടിയുടെ ബസൂക്കയിൽ നിന്നും ഞാൻ പിന്മാറിയത് ആക്ടിങ്ങിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഫീൽഡ് ഔട്ട് ആയി എന്ന് പെരേര പറയുന്നുണ്ട്. അത് സത്യമല്ല. ഇവിടെ നടക്കുന്നത് ഫിലിം റിവ്യൂ അല്ല, കോമാളിത്തരവും പൊട്ടത്തരവുമാണ്. പെരേരയ്ക്ക് സിനിമയല്ല പൊളിറ്റിക്സാണ് നല്ലത്. അതിൻ്റെ വക്രത പുള്ളിക്കുണ്ട്. എൻ്റെ പോസ്റ്റുകളിലെ കമൻസ് ഞാനിപ്പോൾ വായിക്കാറില്ല. അച്ഛനെയും അമ്മയെയും കുറിച്ചെല്ലാം അവിടെ കമൻസ് വരാറുണ്ട്. പെരേരയുടെ ആളുകളാണ് അത്തരം കമൻറ്റുകൾ അവിടെ ഇടുന്നത്. ഞാനൊരു കോമാളിയല്ല. IIT ബോംബെയിൽ വരെ അഡ്മിഷൻ കിട്ടിയ ആളാണ്. ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റിയാണ് ഞാൻ. ഐൻസ്റ്റീനെ പോലെയൊക്കെ ആകാൻ ആഗ്രഹമുണ്ട്. പുതിയ മീഡിയക്കാർ എന്നെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി പറയുന്നത്. എന്നാൽ അലിൻ ജോസ് പെരേര ഇപ്പോൾ ആകെ തകർന്ന പോലെ പൊട്ടിക്കരയുകയാണ്. എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. പെണ്ണുങ്ങൾ എന്നെപ്പറ്റി പലതും പറയുകയാണ്. ബന്ധുക്കൾ വരെ എന്നെ കുറ്റം പറയുന്നു. ഞാൻ അപ്പൻ്റെയും അമ്മയുടെയും ചെലവിലാണ് ജീവിക്കുന്നതെന്നും പെരേര പറയുന്നുണ്ട്. ആൾക്കാർ ഈ പെൺവിഷയം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എന്നെ നാറ്റിക്കുകയാണ്. ആ ഷോർട്ട് ഫിലിമിലെ നായികയെ പീഡിപ്പിക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ല എന്നാണ് പെരേര പറയുന്നത്. ഗതികെട്ട സമയത്താണ് അവളെ നായികയാക്കാൻ നോക്കിയത്. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുകയാണ്. തെറ്റ് ചെയ്യാത്ത താൻ എന്തിനെ മാപ്പ് പറയണം എന്നും പെരേര ചോദിക്കുന്നു. കെട്ടിപ്പിടിച്ചതും ഉമ്മ കൊടുത്തതും എങ്ങനെയാണ് ലൈംഗിക ബന്ധം ആകുന്നതെന്നും പെരേര പറയുന്നു. പെരേര പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് വാട്സാപ്പ് ചാറ്റ്സൊക്കെ. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല. കോടിക്കണക്കിന് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട്. അപ്പാട് അന്നൊന്ന് ജീവിക്കാൻ പറയാൻ പറ്റില്ല. അന്നത് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാല്. എന്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാറ്റിക്കുകയാണ് ഒരു പെൺവിഷയത്തിന്. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല, ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി. അത് ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും, വേറെ നായികനെ കൊണ്ടുവന്നാം, നിനക്കെതിരെ പീഡന കേസ് കൊടുക്കുമെന്നുള്ള പറഞ്ഞതാ. അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താവെന്നറിയാൻ പാടില്ല. വാർത്ത വരെ വന്ന് കർമാനോസ്. ഇനി മെയിൻ സ്ട്രീം ആയിട്ടുള്ള മനോരമയും അമൃത ന്യൂസ്, പിന്നെന്താ കൈരളി ന്യൂസ്, ഏഷ്യാൻ ന്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഭവം കൈവിട്ടു പോകും. നമ്മളെ ഭക്ഷണം കഴിക്കാനോ മുള്ളാനോ ഒന്നും തോന്നാത്ത അവസ്ഥയിൽ പോയി. ഇപ്പൊ എന്ത് ഗതികെട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക്. നമ്മള് 18-25 കുറെ പെൺകുട്ടികളെ നോക്കിയതാണ് അഭിനയിക്കാൻ. പക്ഷെ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെന്നെ പെടുത്തിക്കളഞ്ഞു. ഇവള് കല്യാണം കഴിച്ചില്ലെങ്കിൽ, അവർ രജിസ്റ്റർ മാരേജ് ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെ റീൽസ് ചെയ്ത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ
ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവളിട്ടത് ഇന്റർവ്യൂ. ലോകത്തോട് ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവളെ തെറ്റിയിട്ടില്ലല്ലോ, ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും. ഇവളെ ഞാൻ അഭിനയിപ്പിച്ചു, എന്റെ കൂടെ അഭിനയിച്ചു പോയി, റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി തീരുന്നുണ്ട്. ലൈവ് ഇട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്, പല ദണ്ഡിത്തരങ്ങൾ. അവളുമായിട്ട് ലൈംഗിക ബന്ധം പോയിട്ട് കെട്ടിപ്പിടിച്ച ലൈംഗിക ബന്ധമാകുമോ ഗൈസ്? ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആകുമോ? അവർക്ക് വട്ടാണ്, ഭ്രാന്താണ്. ആ റിയനെ പിടിച്ച് ചങ്ങലൊക്കെ ഇടി. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസ് പെരേര നാറ്റിക്കല്ലേ, കേസ് കൊടുക്കല്ലേ, നാറിക്കല്ലേ. ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റും കാണിച്ചു തരാന്ന് പറഞ്ഞ, പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു തരാന്ന് അറിയാ പറഞ്ഞപ്പോ ഇത്രയും കാണിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. എനിക്ക് സങ്കടമുണ്ട്. നാളെ ഞാൻ ജയിലിലായ ആ പെണ്ണറിയും കാരണം. ഈ ആറാട്ടണ്ണനെയും അലിൻ ജോസ് പെരേരയും മലയാളികൾ കണ്ടിരുന്നത് ഒരു നേരം പോക്ക് എന്ന രീതിയിൽ തന്നെയായിരുന്നു. മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായി അവരെ കണ്ടത് അവർ മാത്രമാണ്. ഇപ്പോൾ തമ്മിൽ പഴിചാരിയും കാര്യങ്ങൾ പറഞ്ഞും വീണ്ടും ഇരുവരും പരിഹാസ്യരാകുകയാണ്. അതിൽ പെരേരയുടെ കാര്യം കുറച്ച് കുഴപ്പത്തിലുമാണ്. തമാശ എന്ന ലെവൽ കൈവിട്ടു പോയിരിക്കുന്നു. അമിതമായ സിനിമാ ഭ്രാന്ത് മൂലം ഉണ്ടായ ദുരവസ്ഥ തന്നെയാണ് പെരേരയുടേത്. വേറെ ആരെയും അതിൽ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയുള്ള കാലം വല്ല ജോലിക്കും പോയി ജീവിച്ചാൽ പെരേരയ്ക്ക് കൊള്ളാം. കുറച്ചുനാൾ കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ്റെയും പെരേരയുടെയും കോപ്രായങ്ങൾ ശ്രദ്ധിക്കാൻ പോലും ആരും ഉണ്ടാവില്ല.